ഓൾ കേരളം 3 സൈക്കിളുകൾ, ഒരു കുടുംബം, ഒരു സ്വപ്നം. ജീവിതയാത്രയെ തന്നെ ത്യാഗമാക്കിയ മലപ്പുറം ജില്ലയിലെ ഒരു ഹസ്ബൻഡും വൈഫും 2 പിഞ്ചു കുഞ്ഞുങ്ങളും. അവര് കേരളം മുഴുവൻ സൈക്കിളിൽ ഇതാ ചുറ്റിക്കറങ്ങുകയാണ്. ഇപ്പോൾ ഉള്ളത് മാമലനാട് കയറി ഞങ്ങളുടെ മടിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന വാടൈറ്റീൻ റിസോർട്ടിലാണ്. വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നമുക്ക് നോക്കാം. ഇതൊരു റെക്കോർഡ് കഥയല്ല, ഇതൊരു ലക്ഷ്യം നേടാൻ തുടങ്ങിയ യാത്രയുമല്ല. ഇത് അടങ്ങിപ്പോയിട്ടില്ലാത്ത ഒരു ആഗ്രഹത്തിൻ്റെ, തൻ്റെ കുടുംബത്തെ വിട്ട് ഒരടി പോലും മുന്നോട്ട് പോകാൻ മനസ്സില്ലാത്ത 2 ഹൃദയങ്ങളുടെ കഥയാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് 3 സൈക്കിളുകളിലായി അച്ഛനും അമ്മയും അവരുടെ കുഞ്ഞുങ്ങളും 5 ജില്ലകൾ പിന്നിട്ട് ഇന്ന് വയനാട് ജില്ലയിലെ വാടൈറ്റി റിസോർട്ടിൽ എത്തി നിൽക്കുമ്പോൾ അവർ കടന്നത് കിലോമീറ്ററുകളല്ല, അവർ ജയിച്ചത് ഭയം, പരിമിതികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇത് സാധ്യമോ എന്ന ചോദ്യങ്ങളുമാണ്. 2 പേർക്ക് മാത്രം പോകാമായിരുന്നു, പക്ഷേ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കി സന്തോഷം കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന ഉറച്ച തീരുമാനമാണ് ഈ യാത്രയെ കുടുംബയാത്രയാക്കിയത്. അങ്ങനെ കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങി അവർ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ് സൈക്കിളും ചവിട്ടി. ഈ ഒരു യാത്രേൻ്റെ മോട്ടീവ് എന്താണുള്ളത്? എന്തെങ്കിലും കണ്ടിട്ടാണോ നിങ്ങൾ, അതോ അൺഎക്സ്പെക്റ്റഡ് ഒരു ഡിസ്കവറി എന്നുള്ള രീതിയിലാണോ യാത്ര സ്റ്റാർട്ട് ചെയ്തത്? സത്യത്തിലൊരു വലിയ റിസ്ക് ആണ് നിങ്ങൾ ചെയ്തത് അല്ലേ? പിന്നെ നമ്മൾ കേരള ട്രിപ്പൊക്കെ ഇഷ്ടംപോലെ കാണലുണ്ട്, പക്ഷേ ഈ 2 മക്കളെ കൂടെ ഒരു ഫാമിലി ഇറങ്ങുക എന്ന് പറയുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും മോട്ടീവ് ഉണ്ടോ? അല്ല, എൻ്റെ ഏറ്റവും കംഫർട്ട് ട്രാവൽ പാർട്ട്നേഴ്സാണ് ഇവരൊക്കെ. അപ്പോൾ അവരായിട്ട് പോകാന്നുള്ളതാണ് നമ്മള്. പിന്നെ വൈഫിനാണെങ്കിലും അത്യാവശ്യം ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്കും അങ്ങനത്തെ കുറെ. അപ്പോൾ യാത്രയിൽ കൂട്ടാൻ ഒരുമിച്ച് ആക്കാന്നുള്ളതാണ്. ഞാനൊരു പ്രത്യേക തരം യാത്രയാണ് ഈ സൈക്കിൾ ജേണി. അതായത് നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ വരെ നമുക്ക് ഇങ്ങനെ നടന്നു പോണതിന്റെ അതേപോലെ ഒരു ഫീൽ ചെയ്യാൻ എഫക്റ്റ് നമുക്ക് അതിൽ വരിക. തൊട്ടറിഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആളോട് പറയുമ്പോൾ ആളും പോരാൻ തുടങ്ങി. അപ്പൊ എങ്ങനെയെങ്കിലും മക്കളെയും കൂടി അതിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ച് ആണ് നമ്മൾ പിന്നെ റിസർച്ച് തുടങ്ങി. അതിനെ പറ്റുള്ള സോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ്, ഗൂഗിള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇന്ത്യയിലും ഇല്ല. ഞാൻ കുറെ തപ്പി അന്വേഷിച്ച് നോക്കി. ഏഷ്യയിൽ തന്നെ ഇല്ല, കുറവാണ്. പിന്നെ യൂറോപ്യൻസിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഗൂഗിളും അവരെ വിക്കിപീഡിയ ഒക്കെ തപ്പി പിടിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സോഴ്സുകൾ കണ്ടെത്തിയത്. അപ്പം നമ്മൾ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ ഗൾഫ് കൺട്രിയിൽ അന്വേഷിച്ചു, ചൈനയിൽ അന്വേഷിച്ചു, അവസാനം UK എന്നാണ് നമുക്ക് സാധനം കിട്ടിയത്. സത്യത്തിൽ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ വലിയൊരു യാത്രയാണ്, പിന്നെ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പം നോർമലി എന്താണെങ്കിലും നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ഇഷ്യൂസുകൾ ഉണ്ടാവും. യാത്രയിൽ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തു പോകുന്നത്? നിങ്ങൾ പറഞ്ഞാൽ മതി. വെച്ചാല് എനിക്കറിയാം എന്ത് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്താലാണ് അവർക്ക് ദേഷ്യം വരാന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യൂല. വെച്ചാല് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് സാധാരണ ഒരാൾ തെറ്റിക്കഴിഞ്ഞ ഒരു ദിവസം കൊണ്ടൊക്കെ, ഞങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ആവും. അപ്പൊ അതുകൊണ്ട് മാക്സിമം എനിക്കറിയാം എന്ത് പറഞ്ഞാലും അവർക്ക് ദേഷ്യം വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഞങ്ങൾക്ക് 2 കണക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യാത്രയാണ്. ഞങ്ങൾ 2 ക്യാരക്ടറുള്ള ആൾക്കാരാണ്. ഞങ്ങളെ 2 കണക്ട് ചെയ്യുന്ന ഒരു കാര്യം യാത്ര. അപ്പൊ ഞങ്ങൾ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ വേറൊരു കാര്യം, ഇതൊരു എന്താ പറയാ എന്റർടൈൻമെന്റ് ട്രിപ്പാണോ അതോ എന്താ പറയാ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഫിലോസഫി ആണോ? അങ്ങനെ പറയാച്ചാല് നമ്മൾ ഇതിലെല്ലാതും ഉണ്ട്. നമ്മളിപ്പോ ഓൾ കേരള ചെയ്തോണ്ടിരിക്കണത്. നമുക്കും നമ്മളെ മക്കൾക്കും കേരളത്തിനൊന്ന് തൊട്ടറിഞ്ഞിട്ട് ഒരു യാത്ര, അതില് എന്റർടൈൻമെന്റും എല്ലാം വരും. വെച്ചാല് നമ്മളൊരു ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തപ്പിപ്പിടിച്ച് അത് ചെയ്യാന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം. അതില് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളും. അവിടെ എല്ലാ നാട്ടിലെ ആൾക്കാരെ, നമുക്ക് അവിടുത്തെ ഭക്ഷണം, അവിടെ വേറെ പ്രത്യേകിച്ച് അഡ്വഞ്ചറായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാം കൂടി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു യാത്രയാണ്. കുറെ ആൾക്കാരിൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ പഠിത്തം. ഞാൻ മനസ്സിലാക്കണ ഈ ഒരു യാത്ര ചെയ്യുന്നതോട് കൂടി അവർക്ക് കേരളത്തെ തൊട്ടറിയാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മൾ എന്ത് യാത്രയാണെങ്കിലും നമ്മൾ എപ്പോഴും പറയാമല്ലോ, നമ്മളെ ചുറ്റുഭാഗം കണ്ടിട്ട് വേണം നമ്മൾ പുറത്തോട്ട് പോകാൻ. അപ്പം അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഓൾ കേരള എന്നുള്ളൊരു രീതിക്ക് നമ്മൾ അതിന് പറ്റിയൊരു സൈക്കിളാണ്
നമുക്ക് അത്രയും തൊട്ടറിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റിയ സൈക്ലിംഗ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെല്ലാതും ഉൾപ്പെടും. നമ്മള് ഫാമിലി മൊമെന്റ്സ് നമ്മൾ സത്യം പറയിച്ചപ്പോ ഒരു മാസത്തോളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുമിച്ചാ, ഊണിലും ഉറക്കത്തിലും നരണമാര് ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുമിച്ചാണ്. അത്രയും സന്തോഷമാണ് ഈ ഒരു യാത്ര ചെയ്യണോണ്ടും ഈ ഒരു യാത്ര നടന്നു പോകും. ഓരോ ദിവസവും നമുക്ക് ഓരോ പോലെയാണ്. പിന്നെ എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും, എല്ലാവരുടെ മനസ്സിലും യാത്ര ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ആണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ ഒരു സാധാരണ ഫാമിലി എത്രയാണ് നമ്മളെല്ലാവരും? നിങ്ങൾ ഏകദേശം ഇതിൻ്റെ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ? അതല്ല ഏകദേശം എങ്ങനെയാണ് ഇതിൻ്റെ ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ? ബഡ്ജറ്റ് ഇപ്പോൾ ട്രാവലിൽ ഞങ്ങൾ ബഡ്ജറ്റ് ഒന്നും ഉണ്ടാവില്ല, ചെറിയ എന്തോ കയ്യിൽ പൈസ ഉണ്ടോ മാത്രം കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2 ദിവസം സർവൈവലുള്ള ക്യാഷും കൊണ്ട് ഞങ്ങൾ റൈഡ് കാലിക്കറ്റൊക്കെ എങ്ങനെയെങ്കിലും എത്തണം നല്ല കൊണ്ട് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിൻ്റെ യാത്ര തുടങ്ങുന്നതിൻ്റെ മുന്നുള്ളതാണ് നമുക്ക് ഫണ്ടിങ് മെയിനായിട്ട് വരുന്നത്. സൈക്കിൾസ് മേടിക്കണം, അതേപോലെ അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ് നമ്മൾ അതിൻ്റെ ഫണ്ട് കാര്യങ്ങൾ, ബാഗ്, ആക്സറീസ്, ക്ലീനിങ് പ്രോസസ്സ്, ഇതൊക്കെ അതാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആയത് നമുക്ക് യാത്രക്ക്. പിന്നെ ഡ്യൂറിങ് ജേണിയിൽ നമുക്ക് അത്ര ഇത് വരുന്നില്ല. അതിന് ഞങ്ങൾ പിന്നെ പെർഫ്യൂം അത് അഡ്വാൻസ് കൊടുത്തിട്ടാണ് നമ്മൾ കുറച്ചത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറേ ഫണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് നമ്മൾ ഇത്ര പീസൊക്കെ ഓർഡർ കൊടുത്താലേ അത് നമുക്ക് നമ്മൾ ബ്രാൻഡിൽ ഓൺ ബ്രാൻഡ് ആകാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് അതൊക്കെ ആയിരുന്നു റിസ്ക് ഉണ്ടായിരുന്നത്. ജേണിയിൽ ഞങ്ങൾക്ക് പെർഫ്യൂം സെയിലിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഏകദേശം നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു 1-2 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തെ ടൂറിങ് എക്സ്പോസ് അല്ല ഞങ്ങൾ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ലിമിറ്റായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സർ. പിന്നെ ലോങ് യാത്രയാണ്, അപ്പം എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ യാത്രയിൽ ഇതുവരെ ആയിട്ട്, ഈ വയനാട് എത്തുന്നത് വരെ ആയിട്ട്? മൊമെന്റ്സ് ഒരുപാടുണ്ട്. അതില് ഇഷ്യൂ എന്ന് പറയുകയാണെങ്കിൽ മോന്റെ സൈക്കിള് നമുക്ക് ഒരു പ്രാവശ്യം പണി തന്നിട്ടുണ്ടായിരുന്നു. അത് എവിടെ നിന്നായിരുന്നു? കാലിക്കറ്റിൽ നിന്നായിരുന്നു. ഞങ്ങള് കാലിക്കറ്റിലേക്കുള്ള ജേണി ഒക്കെ വന്ന സമയത്ത് കൊണ്ടോട്ടി ടു കാലിക്കറ്റ് ഞങ്ങൾ സ്ട്രെച്ചിൽ മോന്റെ സൈക്കിള് ബെൻഡായി പോയി. സൈക്കിള് മോനിങ്ങനെ ചെരിഞ്ഞിരിക്കാൻ ഈ റോഡിലൂടെ അത് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം അവനിങ്ങനെ ചെരിഞ്ഞിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് പേടിച്ചു. ജേണി സ്റ്റോപ്പ് ആവോ അല്ലെങ്കിൽ മോനെ ഒഴിവാക്കണം, അങ്ങനെയൊക്കെ പല ചിന്തകളും തോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി. അതായിരുന്നു ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ അത് ഓവർകം ചെയ്തു? അത് ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് ബൈ സൈക്കിൾസ് വൈറ്റിലുള്ള അവരായിരുന്നു ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി ഈസി ആക്കി തന്നത്. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നത് അവരായിരുന്നു. അപ്പൊ അവർ മുഖാന്തരം തന്നെ നമ്മള് അവിടെ ഒരു മെക്കാനിക് ഉണ്ടായിരുന്നു, നമ്മളെ മുരുകണ്ണൻ എന്ന് പറഞ്ഞിട്ട്, കൊച്ചിയിൽ തന്നെയാണ്. മുരുകണ്ണനെ അവർ പരിചയപ്പെടുത്തി തന്നെ ഞങ്ങൾ ആ മുരുകണ്ണനെ കാണാൻ പോയി. ഇവിടുന്ന് ട്രെയിനിൽ പാക്ക് ചെയ്ത് എൻ്റെയും മോൻ്റെയും സൈക്കിള് അടക്കം അങ്ങോട്ടേക്ക് പാക്ക് ചെയ്ത് കൊച്ചിയിൽ പോയി ഞങ്ങൾ ട്രെയിനിൽ തന്നെ പോയിട്ട് അത് രാവിലെ കൊണ്ടുപോയി അവിടെ ഇറക്കി വൈകിട്ട് തിരിച്ചിങ്ങോട്ട് രാത്രി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന് അത് ശരിയാക്കി. നിങ്ങൾ എന്താ പറയാ ബൈ സൈക്കിളുമായിട്ട് പാക്ക് ചെയ്ത് ട്രെയിനിൽ കൊച്ചിയിൽ പോയി തിരിച്ചു വന്ന് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ വീണ്ടും ഒരു ദിവസം കൊണ്ട് അത് ഫുള്ളാട് പോയിട്ട് അതിന് ആ മുരുകണ്ണനോടും ജസ്റ്റ് യുണൈറ്റഡ് ബൈ സൈക്കിൾസിനോടും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. അയാൾ
ഇവർ ഈ യാത്ര തുടങ്ങിയത് ഇവർ വലിയ സമ്പാദ്യം മാറ്റിവെച്ചുകൊണ്ടല്ല, വഴിയിൽ അവരുടെ പേരിൽ തയ്യാറാക്കി വിൽപ്പന നടത്തുന്ന പെർഫ്യൂം വിറ്റുകൊണ്ടാണ്. ഓരോ സുഗന്ധത്തിലും അവരുടെ സ്വപ്നം കലർന്നിരുന്നു. ഓക്കെ, താങ്ക് യു സർ. വിഷ് യു ഓൾ സക്സസ്, ഹാപ്പി ജേർണി, ടേക്ക് കെയർ, ബൈ ബൈ.